അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ ഒരു ക്ലാസ്സിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബികളെപ്പറ്റി ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ശ്രേഷ്ഠരായ ആളുകളാണ് സഹാബിമാർ എന്ന് പറയുന്നത്. അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് എന്നാലും അവർ പ്രവാചകന്മാരെ പോലെ തെറ്റുകൾ ചെയ്യാത്ത മഅസൂമിങ്ങളല്ല. എന്നാൽ സഹാബിമാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ? സ്വഹാബി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ്? അന്ന സ്വഹാബി മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നത്, വിശ്വാസിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും ഇസ്ലാമിലായി കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ആളാണ് ആര്? സഹാബിമാർ. ഉദാഹരണത്തിന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസിയായിട്ട് ജീവിച്ച ആളാണ്. ഈമാനോട് കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്, മരിക്കുന്നത്. അദ്ദേഹം സ്വഹാബിയാണ്. എന്നാൽ അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ആളാണ്, നബിയെ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം വിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരല്ല? സ്വഹാബിമാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ലോകത്ത് ജീവിച്ച ഒരുപാട് നല്ല ആളുകളുണ്ട്. പക്ഷെ അവരാരല്ല? സ്വഹാബിമാരല്ല. വിശ്വാസികളാണ്, പക്ഷെ ആരല്ല? സ്വഹാബിമാരല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ലോകത്തിൻ്റെ വേറെ ഭാഗങ്ങളിൽ വിശ്വാസിയാവുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ, അവരും ആരല്ല? സ്വഹാബിയല്ല. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ കൂടെ ജീവിക്കുന്നു, അപ്പോൾ അയാൾ മുസ്ലിമാണ്. എന്നാൽ പിന്നീട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നബിയുടെ വഫാത്തിന് ശേഷം അല്ലാതെയോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നബി മരിക്കണവരെ അയാൾ ആരാണ്? മുസ്ലിമാണ്. ശേഷം പിന്നെ അയാൾ മുർത്തദായി പോയാൽ
അയാളും ആരല്ല? സ്വഹാബിയല്ല. ഇപ്പം ചെറിയൊരു രൂപം കിട്ടിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു തആല അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്, ആ അടിമകളുടെ ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഹൃദയമായി മുഹമ്മദ് നബിയുടെ ഹൃദയത്തെ കണ്ടെത്തി. ഫസ്തഫാഹു ലിനഫ്സിഹി, അള്ളാഹു തനിക്കു വേണ്ടി മുഹമ്മദ് നബി അള്ളാഹു എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ റിസാലത്തുമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാലത്തുമായി അള്ളാഹു നിയോഗിച്ചു. പിന്നീട് ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, പിന്നീട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു നോക്കി. فوجد قلوب أصحابه خير قلوب العباد, എന്നിട്ട് നബിയുടെ സഹാബത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും നല്ല ഹൃദയമായി അള്ളാഹു എന്ത് ചെയ്തു? കണ്ടെത്തി, അത് തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും നബിയുടെ കൂടെ യുദ്ധം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുമൊക്കെ ഈ സന്ദേശം നബിയിൽ നിന്ന് ജനങ്ങൾക്ക് എത്തിക്കാനുമൊക്കെ സഹാബത്തിനെ ആര് തിരഞ്ഞെടുത്തു? അള്ളാഹു തിരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ പറയും, നമ്മളൊക്കെ അന്നൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അല്ലേ നമ്മളൊക്കെ സ്വഹാബി ആവുമായിരുന്നു. ഉറപ്പുണ്ടോ? അന്നാണ് അബൂജഹലും ജീവിച്ചത്, അവിടെ ആയിക്കൂടായില്ലല്ലോ. അപ്പോൾ ആ ഒരു വർത്താനത്തിന് പ്രസക്തി ഇല്ല. കാരണം എന്താ? നമ്മളെന്ന് ജനിക്കണമെന്നും എവിടെ ജനിക്കണമെന്നും ഏത് മാതാപിതാക്കളെ മക്കളായി ജനിക്കണമെന്നും അള്ളാഹ് രേഖപ്പെടുത്തിയതാണ്. അതെന്തേ ഉള്ളൂ? അന്നൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് ബദറിൽ പങ്കെടുക്കായിരുന്നല്ലോ. പറ്റൂല. കാരണം എന്താ? അള്ളാഹ് നോക്കിയിട്ടുണ്ട് ഹൃദയത്തിലേക്ക്. എന്നിട്ട് ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ വക്താക്കളായിട്ടാണ് സ്വഹാബത്തിന് ഇത് തിരഞ്ഞെടുത്തത്. അത്രയും നല്ല മനസ്സാണ് അവർക്ക്. നമുക്കറിയാം, മുഹാജിറുകളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അവിടെ എത്തിയപ്പോൾ അൻസാറുകൾ എന്താ ചെയ്തത് അറിയോ? എല്ലാത്തിൻ്റെയും പകുതി കൊടുക്കാൻ തയ്യാറായി. വീടിൻ്റെ പകുതി കൊടുത്തു. നമ്മൾ കൊടുക്കുമോ? ഏതെങ്കിലും നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് വീട്ടിലൊരു റൂം നമ്മൾ കൊടുക്കുമോ? വീട് എടുക്കണ്ട, പകുതി എടുക്കണ്ട, ഒരു റൂം എടുക്കും നമ്മൾ. എന്ന സഹാബിമാർ പകുതി കൊടുത്തു, കച്ചവടം പകുതി കൊടുത്തു. അത്രയും അധികം മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി സ്വന്തം കാര്യം പോലും പരിഗണിക്കാതെ താനൊന്ന് പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, മറ്റുള്ളവർ പ്രയാസപ്പെടരുത് എന്ന അത്രയും വിശുദ്ധമായ മനസ്സാണ് ആർക്കുള്ളത്? സഹാബിമാർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ പോലെ കൂടെ നടന്ന ആളുകളാണവർ. എല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് സ്വഹാബിമാരെന്ന് പറയുന്നത്. ചില ആളുകൾ പറയും നമുക്ക് ഖുർആനും സുന്നത്തും മതി, സ്വഹാബിയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഖുർആനും സുന്നത്തും മതി. ഈ ഖുർആനിലും സുന്നത്തിലും അള്ളാഹ് ഇഷ്ടം പോലെ തവണ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തവണ പറഞ്ഞൊരു കാര്യമാണ് സ്വഹാബത്തിനെ സ്നേഹിക്കണം, അവരെ പിൻപറ്റണം, അവരെ മാതൃക സ്വീകരിക്കണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്തു ആല ഇമ്രാനിൻ്റെ 110-ാമത്തെ അല്ലാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാകുന്നു, നല്ല ഖൈറായ ഉമ്മത്താകുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ടവരാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ സദാചാരം കൽപ്പിക്കുന്നു, നിങ്ങൾ ദുരാചാരം വിലക്കുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സൂറത്തു ആല ഇമ്രാൻ 110-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ്, പ്രഥമ അഭിസംബോധിത വിഭാഗം ആരാണ്? സ്വഹാബത്താണ്. സ്വഹാബത്തിനോടാണ് പറഞ്ഞത് നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു എന്ന്. അള്ളാഹ് ആരെ പറ്റിയാണ് പറഞ്ഞത്? അള്ളാഹ് കളവ് പറയോ? ഇല്ലല്ലോ. അപ്പം അള്ളാഹ് പറയണത് നിങ്ങൾ ഉത്തമ സമൂഹമാണ്. നമ്മൾ ഖുർആനിൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരുപാട് സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ. ഇതിപ്പോൾ നമ്മളെ വിശ്വാസികൾക്ക് എല്ലാവർക്കും നമ്മൾ ഓതി കൊടുക്കുന്ന ആയത്താണ്. എന്നാൽ ഈ ആയത്ത് ഇറങ്ങുമ്പോഴുള്ള വിശ്വാസികൾ ആരാണ്? അവർ വിശ്വാസികളല്ലെങ്കിൽ അള്ളാഹ് അവരെ വിശ്വാസികളെന്ന് വിളിക്കുമോ? യാ അയ്യുഹൽ കാഫിർ എന്ന് ഖുർആനിലെ പ്രയോഗമുണ്ട്. അത് കാഫിറുകളെ വിളിച്ചതാ.
യാ അയ്യുഹന്നാസ് എന്ന് മനുഷ്യരെ മൊത്തത്തിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളെ എന്നുള്ള വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന, ആ വിളിക്കുള്ള ഓഡിയൻസ്, അതിൻ്റെ മുഖാത്തബ്, അതിൻ്റെ അഭിസംബോധന വിഭാഗം ആരാണ്? ആദ്യത്തെ വിഭാഗം ആരാണ്? സ്വഹാബത്ത്. അത് വിശ്വാസികളായതുകൊണ്ടാണ് അള്ളാഹ് അവരെന്ത് വിളിച്ചത്? വിശ്വാസികളെ എന്ന് വിളിച്ചത്. നബി പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ തലമുറയാകുന്നു, പിന്നെ അവരെ തുടർന്ന് വന്നവർ, പിന്നെ അവരെ തുടർന്ന് വന്നവർ, 3 നൂറ്റാണ്ട് അല്ലേ, ഇവരാണ് ഏറ്റവും നല്ല തലമുറ. അതിൽ തന്നെ ഒന്നാം സ്ഥാനം ആർക്കാണ്? സഹാബിമാരടങ്ങുന്ന ഒന്നാമത്തെ തലമുറക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 2652 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വേറെ ആയത്തിൽ കാണാം, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ഉത്തമമായ മധ്യമമായ ഒരു സമൂഹം. എന്താ മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ? തീവ്രതയുണ്ടാവില്ല, ജീർണതയുണ്ടാവില്ല. അതാണ് മധ്യമ നിലപാട് പറഞ്ഞാൽ. എല്ലാത്തിൻ്റെയും പകുതി ആക്കലല്ല മധ്യമ നിലപാട്. പിന്നെന്താ? തീവ്രതയുണ്ടാവില്ല, ജീർണതയുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒന്നും അവരെന്ത് ചെയ്യില്ല? വീഴ്ച വരുത്തൂല. പഠിപ്പിക്കാത്തൊന്നും എന്ത് ചെയ്യില്ല? അവർ ചെയ്യുകയില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ സ്വഹീഹാണോ വഈഫാണോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാ ഹദീസുകളും സ്വീകരിക്കുന്നവരുണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, റസൂൽ പറഞ്ഞൊന്ന് ഏത് മൗലിയർ പ്രസംഗിച്ചാലും എന്ത് ചെയ്യും? റജബിൻ്റെ 1-ാമത്തെ രാവിലെ ഇങ്ങനെ ചെയ്യണോ, 2-ാമത്തെ രാവിലെ ഇങ്ങനെ ചെയ്യണം, റജബിൽ ഉംറ ചെയ്ത അങ്ങനത്തെ കൂലിയുണ്ട്, റജബിൽ രാത്രി നിസ്കരിച്ചത് എങ്ങനെ കൂലുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പോലും സ്വീകരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതെന്താണ്? അതിനാണ് നമ്മൾ തീവ്രത എന്ന് പറയും. എന്താണ്? എന്നാൽ ചില ആളുകൾ ഹദീസിൽ വന്ന, സ്വഹീഹായ ഹദീസിൽ വന്ന കാര്യങ്ങളെ പോലും എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. അതിനെന്ത് പറയും? നമ്മൾ ജീർണത എന്ന് പറയാം. ഇനി ആരാധനയുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ, ചില ആൾക്കാർക്ക് ഇബാദത്ത് വളരെ കുറവാണ്. ഫർളായ കാര്യം പോലും എന്ത് ചെയ്യില്ല? ചെയ്യൂല. സുന്നത്തായ കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യില്ല. എന്നാൽ ചില ആൾക്കാരോ ബിദ്അത്തുകൾ എന്ത് ചെയ്യും? ഈ ഫർള് നോമ്പ് പോലും നോൽക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പം സി എം അടവൂരിനെ പറ്റിയൊക്കെ എന്താ പറഞ്ഞത്? നോമ്പ് ഒൽക്കൂല, നോമ്പ് മുറിപ്പിക്കുന്ന ആളെന്നൊക്കെ പറയും. എന്നാൽ ഇന്ന് അവരിൽപ്പെട്ട ആൾക്കാരോ ബിദ്അത്തായ നോമ്പ് വരെ എന്ത് ചെയ്യുന്നു? നോൽക്കുന്നു. ഇനി ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനേയും ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മക്കയിലെ മുശ്രിക്കുകളൊക്കെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, കല്ലിനെ ആരാധിച്ചിരുന്നു, മരത്തെ ആരാധിച്ചിരുന്നു, മലക്കുകളെ ആരാധിച്ചവരുണ്ട്, ജിന്നുകളെ ആരാധിച്ചവരുണ്ട്, പ്രവാചകന്മാരെ ആരാധിച്ചവരുണ്ട്. ഇങ്ങനെ പലതിനെയും ആരാധിക്കുന്നവരൊരു ഭാഗത്തുണ്ട്. അതെന്താ? തീവ്രതയാണ്. എന്നാൽ അള്ളാനെ പോലും ആരാധിക്കാതെ അള്ള തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ പ്രഖ്യാപനം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പം അള്ളാഹ്ക്ക് പുറമെയുള്ള എല്ലാ ആരാധിക്കപ്പെടുന്നതിനെയും നമ്മൾ ഒഴിവാക്കി അള്ളാഹിനെ മാത്രം ചെയ്യുന്നു. അതാണ് വസതീയത്ത് എന്ന് പറഞ്ഞാൽ. അതാണെന്ത്? മധ്യമ നിലപാട്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വൃത്തിൻ്റെ വിഷയത്തിൽ പോലും ഈ വസതീയത്ത് നമുക്കുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, ചില ആളുകൾ കുളിക്കാൻ വേണ്ടി കയറിയാൽ കൃത്യമായി നനയേണ്ട ഭാഗമൊന്നും നനയാതെ എന്ത് ചെയ്യും? അവർ പോരും. ആ കുളി എന്തല്ല? ശരിയല്ല. എന്നാൽ ചില ആൾക്കാർ കുളിക്കാൻ പോയിട്ട് കുളിച്ച് വെള്ളം തീർന്ന് ടാങ്ക് തീർന്ന് പിന്നെ മോട്ടറിട്ട് ഒരതി അവസാനം കാലിലൊക്കെ മുറിവ് വരെ ആകുന്നു വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അവിടെ വസതീയത്ത് എന്താ? ചില ആൾക്കാർ പട്ടിണി കിടന്ന് രോഗങ്ങളൊക്കെ ആയി വരുന്ന ആളുകളുണ്ട്, തീരെ തിന്നാതെ. ചില ആൾക്കാർ ഓവറായി തിന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവിടെ വസതീയത്ത് എന്താണ്? മധ്യമമായി, അഥവാ ഹാഫ് ബിരിയാണി എന്നല്ല പറഞ്ഞത്. മദ്യം എന്ന് പറഞ്ഞാൽ, മദ്യം എന്ന് പറഞ്ഞാൽ പകുതി എന്നല്ല. നമുക്ക് എന്താണോ ഉള്ളത്, എന്താണോ റസൂല് പറഞ്ഞത് അത് സ്വീകരിക്കലാണെന്ത്? അല്ല എല്ലാത്തിൻ്റെയും പകുതി വാങ്ങൽ മധ്യമം, ഫുള്ള് വാങ്ങിയാൽ ഓവറാക്കൽ, അങ്ങനെയല്ല. കുട്ടിപ്പോൾ 100-ൽ 50 മാർക്ക് വാങ്ങിയാൽ നല്ല മധ്യമ നിലപാട് സ്വീകരിക്കുന്നവൻ, 100-ൽ 100 വാങ്ങി കുട്ടി കുറച്ച് ഓവറാക്കൽ, അങ്ങനല്ല. മറിച്ച് എന്താണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് സ്വീകരിക്കലാണെന്ത്? മധ്യമ നിലപാട്. അതാണ് സ്വഹാബത്തിൻ്റെ രീതി. വകദാലിക ജഅൽനാകും ഉമ്മതൻ
വസത. ആ വസതീയത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് കിട്ടുന്ന ആയത്തുകൾ, നമ്മൾ കേൾക്കുന്ന ഖുർആനിലെ ആയത്തുകൾ, നമ്മൾ ഓതുന്ന ഖുർആൻ, മുസ്ഹഫ്, ഉദ്ധരിക്കുന്ന ഹദീസുകൾ, ഇതൊക്കെ നമുക്ക് എത്തിച്ചെന്നത് ആരാണ്? നമുക്ക് സ്വപ്നത്തിൽ വന്ന് നബി പറഞ്ഞെന്നല്ലോ ഹദീസുകൾ, ആണോ? അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നേരിട്ട് ഖുർആൻ ഓതി തന്നതല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ ഓത്ത് കേട്ട് അത് പഠിച്ച് അത് മനഃപ്പാടമാക്കി, അല്ലേ? മനഃപ്പാടം നബിക്ക് കേൾക്കുമ്പോൾ തന്നെ നബിക്ക് മനഃപ്പാടാവുക. അത് സ്വഹാബിമാർക്ക് ഓതി കൊടുത്തു. സ്വഹാബിമാർക്ക് എന്ത് ചെയ്തു? ഓതി കൊടുത്തു. ആ സ്വഹാബിമാർ എങ്ങനെയാണോ കേട്ടത് അത് അടുത്ത താബിഈകൾക്ക് എന്ത് ചെയ്തവർ ഓതി കൊടുത്തു, അല്ലെങ്കിൽ ആ അടുത്ത ആൾക്കാർക്ക് ഓതി കൊടുത്തു. അങ്ങനെ പരമ്പര ആയിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അലിഫ് ലാം മീം എന്നുള്ളത് ഇലം എന്നോ അലം എന്നോ നമ്മൾ വായിക്കുന്നില്ല. ഹുറൂഫുൽ മുഖത്തഅയാണ്, അഥവാ ഓരോ അക്ഷരങ്ങളും മുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? പാരായണം ചെയ്യുന്നത്. യാസീൻ എന്നുള്ളത് യസ് എന്ന് നമ്മൾ ഓതാറില്ല, യസ എന്ന് ഓതാറില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഓതി കൊടുത്തത്. ആ സഹാബിമാർ അടുത്ത തലമുറക്ക് അങ്ങനെയാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഖുർആനിൻ്റെ ഖിറാഅത്ത്, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സഹാബത്തിൻ്റെ മാർഗം നമ്മൾ സ്വീകരിക്കണം. ഇപ്പോൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു ആയത്ത് അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സഹാബത്ത് എന്താണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാവണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് നിർഭയത്വമുണ്ട്, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതി കൊടുത്തു. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് സഹാബിമാർ നബിയോട് ചോദിക്കാൻ, നബിയെ, ഞങ്ങൾ ആരാണ് ദുൽമ ചെയ്യാത്തവർ? നമുക്കൊക്കെ അക്രമങ്ങൾ പറ്റിപ്പോവല്ലോ, അപ്പം ഞങ്ങൾക്ക് നിർഭയത്വമില്ല നബി എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഈ ആയത്തിൽ പറഞ്ഞ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കാരണം നിങ്ങൾക്കറിയില്ലേ, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അലീം. തീർച്ചയായും മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യുക എന്നത് മഹാ അക്രമമാകുന്നു എന്ന സൂറത്തുൽ ലുഖ്മാൻ്റെ 13-ാമത്തെ ആയത്ത് ഓതിക്കൊടുത്തു. അപ്പോൾ സഹാബിമാർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ അറബികളാണ്, അല്ലേ? എന്നിട്ടും ആയത്തിൻ്റെ അർത്ഥം അവർക്ക് വ്യക്തമാകാൻ വേണ്ടി അവരാരോട് ചോദിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. അപ്പം അങ്ങനെ ദീൻ കൃത്യമായി ചോദിച്ച് പഠിച്ച ആൾക്കാരാണ് ആര്? സഹാബിമാർ. സഹാബത്തിന് ദീനിൻ്റെ വിഷയത്തിൽ വലിയ ഗൗരവമുള്ളവരായിരുന്നു അവർ, അല്ലേ? പല സഹാബിമാരോടൊക്കെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ താബീങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒരു സഹാബിയോട് സംശയം ചോദിച്ചു, അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, പിന്നെ അടുത്ത ആൾ വേറെ ആൾ ചോദിക്കാൻ പറഞ്ഞു, അതിന് 70ഓളം ആൾക്കാരെടുത്ത് ഞാൻ എത്തി. അവസാനം എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞ ആളെടുത്ത് തന്നെ ഞാൻ മടങ്ങിയെത്തി എന്നാണ് പറഞ്ഞത്. ദീനിൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ അത്രയും പേടിയുള്ളവരാണ് ആര്? സഹാബത്ത്. ഉറപ്പില്ലാത്തൊരു കാര്യം അവരെന്ത് ചെയ്യില്ല, പറയുകയില്ല. സൂറത്തുൻ നംലിൽ നമുക്ക് കാണാം, ഖുലിൽ ഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. പറയുക, അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാർക്ക് സലാം, സമാധാനമുണ്ടാകട്ടെ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് തെരഞ്ഞെടുത്ത ദാസന്മാർ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം എന്താണ്? വേറെയും വ്യാഖ്യാനം ഉണ്ട് കേട്ടോ, പക്ഷെ ഒരു വ്യാഖ്യാനം എന്താണ്? സഹാബിമാരാണ് അവർ എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. അവർ ഓതേണ്ട മുറപ്രകാരം ഖുർആൻ ഓതും, കിതാബ് പാരായണം ചെയ്യും എന്നതിൻ്റെ വ്യാഖ്യാനം കാണാം, ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാണ്?
നബിയുടെ സ്വഹാബിമാർ. അവരുടെ പ്രത്യേകത എന്താ? ആമനു ബി കിതാബില്ലാ, അവർ അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കും. വ അമിലു ബിമാ ഫീഹി, അതിലുള്ളത് വെച്ച് അവരെന്ത് ചെയ്യും? അമൽ ചെയ്യുകയും ചെയ്യും. അല്ലേ? യത്ലൂനഹു ഹഖ തിലാവത്തി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓത്ത് മാത്രമല്ല, പിന്നെ ഓത്തനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? ഉദാഹരണത്തിന് വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്ന ആയത്തോതുണ്ട്. പക്ഷേ കച്ചവടത്തിൽ പറ്റിക്കുകയാണെങ്കിലോ ആയത്തോതിട്ട് കാര്യമുണ്ടോ? വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് പറയാ, പക്ഷെ പറയുന്നത് മുഴുവനോ കളവാണെങ്കിലോ? അഖീമുസ്സലാത്ത വ ആതു സക്കാത്ത്, നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, സക്കാത്ത് നൽകുക. നിസ്കാരം സക്കാത്തൊന്നും ഇല്ലെങ്കിലോ? അപ്പൊ ആയത്ത് ഓതിപ്പോയാൽ മാത്രം പോരാ, അതനുസരിച്ച് എന്ത് ചെയ്യണം? ജീവിതം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം, നന്മ ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ അനിഷ്കുർലി വലി വാലിദൈക്ക എന്നൊക്കെ ഓതുമ്പോൾ ആയത്ത് ഓതിയിട്ട് കാര്യമില്ല, ജീവിതത്തിൽ എന്ത് ചെയ്യണം? പകർത്തണം. സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താ? ആയത്തോതും അതനുസരിച്ച് എന്ത് ചെയ്യും? ഇപ്പൊ ഖുർആൻ ക്ലാസ്സിൽ വരുന്നവരെന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 ആയത്ത് ഞങ്ങൾ കേട്ടാൽ ആ 10 ആയത്ത് ഞങ്ങൾ പഠിക്കും, എന്നിട്ട് ഞങ്ങളത് പ്രാവർത്തികമാക്കും. ജീവിതത്തിൽ എന്ത് ചെയ്യും? അത് പ്രാവർത്തികമാക്കും. എന്നിട്ടാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുക. അതാണ് സ്വഹാബിമാരുടെ പ്രത്യേകത. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 74-ാമത്തെ ആയത്തിൽ പറയാണ്, വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവൗ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. വിശ്വസിക്കുകയും വഹാജറു ഹിജറ ചെയ്യുകയും വജാഹദു ഫീ സബീലില്ലാഹ് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും ചെയ്തവർ, അതാണ് ഉദ്ദേശിക്കുന്നത് മുഹാജിറുകൾ. വല്ലദീന ആവൗ വനസറു, ആ മുഹാജിറുകൾക്ക് അഭയം നൽകുകയും ആ മുഹാജിറുകളെ സഹായിക്കുകയും ചെയ്തവർ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ. ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ട്. മുഹാജിറുകളെ പറ്റി അൻസാറുകളെ പറ്റി അള്ളാഹു പറയാണ്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ. ഷിയാക്കൾ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്നാണ്. മആദല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാഫിറാണെന്നാണ് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാഫിറാണെന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ കാഫിറാണെന്നാണ് കാഫിറത്താണെന്നാണ് അവർ വാദിക്കുന്നത്. നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം, ആയിഷ ഫിന്നാർ എന്ന കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മുറിച്ച് തിന്ന് ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് അടിവയറ്റിൽ കുത്തി കൊന്ന അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ മക്ബറ, അയാളുടെ ജാറുണ്ട്. നിങ്ങൾ നെറ്റിലൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി. മക്ബറത്തു അബീ ലുഅ്ലുഅ എന്നോ അല്ലെങ്കിൽ ഖബർ ഓഫ് അബൂ ലുഅ്ലുഅ എന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് ഷിയാക്കളെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ലുഅ്ലുഅ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ലുഅ്ലുഅ എന്നിട്ട് പറഞ്ഞിട്ട് അബൂ ലുഅ്ലുഅക്ക് അല്ലാഹു നീ പുറത്തു കൊടുക്കണേ, ദർജ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണേ. അത് ഷിയാക്കള് ചെയ്യണത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ? അള്ളാഹു പറഞ്ഞെന്താ? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും കൂടി ഉഹുദ് മലയുടെ മുകളിൽ കയറി. ആ സമയത്ത് ഉഹുദ് മല ഒന്ന് വിറച്ചു. നബി പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദേ നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഒന്ന് ഉറച്ചു നിൽക്ക്. ഫഇന്നമ അലൈക നബിയുൻ, തീർച്ചയായും നിന്റെ മേലുള്ളത് ഒരു നബിയാണ്. വസിദ്ദീഖുൻ, ഒരു സത്യസന്ധനാണ്. വശഹീദാൻ, 2 രക്തസാക്ഷികളുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. പിന്നെ 2 രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു, അതെന്തായത് പിന്നീട് സംഭവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേൽക്കുന്നത് എപ്പോഴാണ്? സുബ്ഹ് നമസ്കാരത്തിൻ്റെ സമയത്താണ്. ഇസ്ലാമിന് ശത്രുക്കൾക്ക് വരെ അറിയുന്നത്
സുബൈക്ക് പള്ളിക്ക് പോയി ആരുണ്ടാവും അവിടെ? അല്ല, എത്രയോ ഭരണ ഉത്തരവാദിത്തങ്ങൾ ഉമർലാൻ്റെ കീഴിലുണ്ട്. പക്ഷേ എന്നിട്ട് സുബൈ നമസ്കാരത്തിൻ്റെ ജമാഅത്ത് അദ്ദേഹം ചെയ്തിട്ടില്ല. നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കണം. സുബൈക്ക് നമ്മളിപ്പോൾ നീഞ്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയാൾ പറയും ഇന്ന് ചങ്ങായി വന്നിട്ടില്ലല്ലോ, ഇനി ഒന്ന് എപ്പോഴാണ് കൊല്ലുക എന്ന് ചോദിക്കും അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ സുബൈ നമസ്കാരത്തിനുണ്ട്. ആ കുത്തേറ്റ് കിടക്കണ സമയത്ത് ഉമർലാന് പറയുന്നുണ്ട് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ദീനിലൊരു സ്ഥാനവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ ആ നിസ്കാരം മുഴുവനാക്കിയോന്നും അദ്ദേഹം എന്തുണ്ട് ചോദിക്കുന്നുണ്ട്. എന്നെ കുത്തിയതൊരു മുസ്ലിം അല്ലല്ലോ എന്ന് എന്തുണ്ട് അദ്ദേഹം ചോദിച്ച് മുസ്ലിം അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമാവുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണത്, സൂറത്തുൽ ബക്കറയാണ് എൻ്റെ ഓർമ്മ. ഫസയക്ഫീകഹുമുല്ലാ എന്ന ആയത്തെത്തുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യണത് കൊല്ലപ്പെടുന്നത്. മുസ്ഹഫിലേക്ക് അദ്ദേഹത്തിൻ്റെ രക്തം ചീറ്റുന്നുണ്ട്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത് മരണപ്പെടുന്നത് അല്ലെ? സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ മരണപ്പെടുന്ന ആൾക്കാരുണ്ട്, മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാൻ മരണപ്പെടുന്ന ആൾക്കാരുണ്ട്, നിസ്കരിക്കുമ്പോൾ മരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ മരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മരണം പ്രത്യക്ഷമായി ചില കാര്യങ്ങൾ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാതെ ഒരാളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് സ്വർഗത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടാൽ അയാൾ ഉറപ്പായിട്ട് നരകത്തിലാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. പക്ഷേ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ത്, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക എന്നുള്ളത് നല്ലൊരു ലക്ഷണമാണ്. സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാന്ന് അള്ളാഹു തന്നെ സർട്ടിഫൈ ചെയ്തതാണ്. 10 സ്വഹാബിമാരുടെ പേര് നബി പറഞ്ഞു ഇവരൊക്കെ സ്വർഗത്തിലാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്നിങ്ങനെ എണ്ണി പറഞ്ഞു. ആയിഷ റളിയല്ലാഹുവിനെ പറ്റി, ഫാത്തിമ റളിയല്ലാഹുവിനെ പറ്റി, ഖദീജ റളിയല്ലാഹുവിനെ പറ്റി, മറ്റു ഭാര്യമാരെ സംബന്ധിച്ച്, അവിടുത്തെ പേരക്കുട്ടികളെ സംബന്ധിച്ച്, ബിലാൽ റളിയല്ലാഹുവിനെ പറ്റി ഒക്കെ പല സ്വഹാബിമാരെ പറ്റി പല സമയത്ത് നബി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 10 അല്ലാതെ തന്നെ ചില സ്വഹാബിമാർ മരണപ്പെട്ടതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതൊക്കെ നമുക്ക് കാണാം, സ്വർഗത്തിലാന്നുള്ള വിശേഷണങ്ങൾ കാണാം. ഇനി മൊത്തത്തിൽ സ്വഹാബിമാരൊക്കെ എവിടെയാണ് നമ്മളാലോചിച്ചോക്കണേ. നമ്മളെ പറ്റിയാണ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ ക്ലാസ്സിനൊന്നും വരില്ല. വിളിച്ചാൽ പറയും എന്തിന് ക്ലാസ്സിന് പോകണം, ഞാൻ ഓൾറെഡി സ്വർഗത്തിലാണ്, ഞാൻ കല്യാണത്തിനോട്ടെ ബിരിയാണി കഴിക്കാലോ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ സഹാബിമാർക്ക് സ്വർഗത്തിലാണ് എന്ന് അറിഞ്ഞിട്ടും അവർക്ക് വീണ്ടും മുമ്പിലെത്തണം എന്നുള്ള ആഗ്രഹമാണ് അവർക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇഴഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും സ്വർഗത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം. അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, സമ്പത്ത് മുഴുവൻ സ്വതക്ക ചെയ്തു. നമ്മളോ സ്വർഗത്തിലെത്തൂല, അത് മതി. ചില ആൾക്കാരാണ്. പക്ഷെ നരകത്ത് കിടന്നാലും നമ്മൾ അവസാനം സ്വർഗത്തേക്ക് എത്തൂലേ എന്നാ ചിന്തിക്കണം. അങ്ങനല്ല, സ്വഹാബിമാരങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം നരകം ഒരു നിമിഷം പോലും എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് സഹിക്കാൻ. അടുത്ത ഒരു ദിവസം തന്നെ 50,000 വർഷമാണ്. ഒരു ദിവസം 50,000 എത്ര അള്ളാഹ് നമുക്ക് നിശ്ചയിക്കുന്നത് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് പറഞ്ഞു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അലീം. എത്ര മഹത്താണ് അവർക്ക് പറഞ്ഞത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുന്നിട്ട് വന്നവർ, പിന്നീട് സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവർ, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അവരതിൽ നിത്യവാസികളായിരിക്കും. അതാകുന്നു മഹത്തായ വിജയം. സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്ത്. അതാകുന്നു മഹത്തായ വിജയം. അപ്പം ആ സഹാബത്തിൻ്റെ വഴി പിൻപറ്റാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഞാൻ ചില ഉദാഹരണം പറയും. ഉദാഹരണത്തിന് ബക്കറയിൽ കാണാം വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അരണായത്തല്ലേ, ഈ മനുഷ്യന്മാർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അത് ഈ മനുഷ്യന്മാരാരാ? സഹാബത്ത് വിശ്വസിച്ചതുപോലെ മുശ്രിക്കുകളോട് അല്ലെങ്കിൽ മുനാഫിക്കുകളോടൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ പറയുന്നത് ഈ മൂഢന്മാരായ ആൾക്കാർ വിശ്വസിക്കുന്നത് പോലെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? സഹാബത്തിനെ മൂഢന്മാർ, സുഫഹ എന്ന് വിളിച്ചവരെ പറയാതെ പറയാ അലാ ഇന്നഹും ഹുമുസ് സുഫഹ, അവരാണ് യഥാർത്ഥത്തിലെ മൂഢന്മാർ
എന്നല്ല പറയാണ്. അപ്പോൾ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ നേർമാർഗത്തിലാകാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാണാം, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, ബക്കറ എടുക്കുന്നില്ല ഇവിടെ, ഫഖദ് ഇഹ്തദൗ, സഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് നേർമാർഗം പ്രാപിക്കാമായിരുന്നു. അപ്പോൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ നേർമാർഗം പ്രാപിക്കാം. അവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ചോദ്യം ചെയ്യാതെ അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഒരാൾ പശുവിൻ്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തു. പശുവിൻ്റെ പുറത്ത് എന്ത് ചെയ്തു? അതിനിടയിൽ പശു ഇങ്ങനെ തിരിഞ്ഞിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി സ്വഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ബക്കറത്തുൻ തത്തക്കല്ലം, സുബ്ഹാനല്ലാഹ് പശു സംസാരിക്കുകയോ? നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു അത്ഭുതത്തോടു കൂടി അവർ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഞാനതെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഞാനതെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അബൂബക്കറും വിശ്വസിക്കുന്നു, ഉമറും വിശ്വസിക്കുന്നു. അത് നബി പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ സദസ്സിൽ ആരില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അവർ വിശ്വസിക്കുന്ന നബിക്ക് അത്രയും ഉറപ്പാണ്, അത്രയും ഉറപ്പാണ്. അപ്പം അതിനെന്താ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എല്ലാത്തിനെയും സംസാരിപ്പിക്കാൻ കഴിവുള്ള അള്ളാഹു എന്ത് ചെയ്യും? പശുവിനെ സംസാരിപ്പിക്കും. നമ്മളെക്കാളും വലിയ നാവുണ്ട് പശുവിന്, അല്ലേ? വലിയ തൊള്ളയുണ്ട്. പക്ഷേ ആ സംസാര ശേഷി കിട്ടണം, എന്നാലും സംസാരിക്കാൻ കഴിയുള്ളൂ. മനസ്സിലാവുണ്ടോ? നമ്മളെപ്പോലെ നാവും ചുണ്ടുകളൊക്കെ ഉള്ള പലർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയാത്തത്? ആ സംസാരിക്കാനുള്ള ഭാഷ, സംസാരിക്കാനുള്ള കുതിരത്ത് കഴിവ് ആര് തരണോ? അള്ളാഹ് തരണം. അപ്പം അള്ളാഹു എല്ലാത്തിനെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആമന്നാ വസദ്ദഖ്നാ, കേട്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതാണ് സ്വഹാബിമാരുടെ രീതി. എന്നാൽ മുനാഫിക്കുകളും അല്ലെങ്കിൽ ജൂതന്മാരൊക്കെ രീതി എന്താ? സമിഅനാ വഅസൈനാ, കേട്ടിരിക്കുന്നു, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ നിലപാട്. നമ്മുടെ നിലപാട് ഏതാ? നമ്മൾ എന്ത് ചെയ്യുക? നബി പറഞ്ഞ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഈച്ച പാനീയത്തിൽ വീണാൽ നിങ്ങൾ ആ ഈച്ചയെ അതിൽ തന്നെ മുക്കിയെടുത്തിട്ട് കുടിക്കാം. കാരണം അതിൻ്റെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ഷിഫാവും ഉണ്ട് എന്നൊരു ഹദീസുണ്ട്. സ്വഹീഹ് ഹദീസാണ്. അത് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അതിനെ പരിഹസിച്ചു. എന്താ? ഈച്ച ജ്യൂസ്. എന്താ പറഞ്ഞത്? കേട്ടതൊന്നല്ല, നമ്മൾ മുന്തിരി ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഈച്ചനെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കുക എന്ന് തോന്നുക. ഈ ഒരു ഹദീസിനെ അവർ പരിഹസിച്ചു. ശാസ്ത്രം പറഞ്ഞപ്പോഴോ അവരത് അംഗീകരിച്ചു. അജവാക്കാരക്കനെ പറ്റി ഹദീസ് പറഞ്ഞാൽ നിഷേധിക്കുക, എന്നാൽ ശാസ്ത്രീയമായിട്ട് അത് മെഡിസിനാന്ന് തെളിയിക്കുമ്പോൾ അത് സ്വീകരിക്കുക. സംസം വെള്ളത്തെ പറ്റി ഹദീസിൽ പറയുമ്പോൾ നിഷേധിക്കുക, എന്നാൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ സ്വീകരിക്കുക. അതല്ല വിശ്വാസിൻ്റെ നിലപാട്. ശാസ്ത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയപ്പോൾ അബൂജഹലും കൂട്ടരുമാണ് നിശ്ചയിച്ചത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ അതെന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം എന്താ? നബി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സ്വഹാബത്തിൻ്റെ രീതി. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവരാരും അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബിയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ടോ അല്ലാതെയോ നബിയോട് ഒരു കാര്യം അവരെതിരില്ല. ആയിഷ അള്ളാഹിൻ്റെ വീട്ടിലാണ് ആരെ ഖബറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നബിൻ്റെ അടുത്ത് പോയി ആയിഷ അള്ളാഹിനെ വർത്താനം പറഞ്ഞിരിക്കാറുണ്ടോ? ഉണ്ടോ? എന്നൊരാൾ പറഞ്ഞെന്താ അറിയോ? അല്ലേ, കാന്തപുരം നബി ഇങ്ങനെ മദീനത്ത് നിന്ന് എന്ത് ചെയ്യാണ്? കുണ്ടൂരുസ്ഥാൻ ഇങ്ങനെ കാന്തപുരം വിളിച്ചു, ഇവിടെ നബി വിളിച്ചു, ഇവിടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ കുണ്ടൂരുസ്ഥാൻ എന്ന് പറഞ്ഞ് ഞാൻ വരൂല പറഞ്ഞു. നബിനോട് പറഞ്ഞു. അവസാനം കുണ്ടൂരുസ്ഥാവ് പറഞ്ഞ് ഇവിടെ വാ. നബി പറഞ്ഞത് കുണ്ടൂരിനോട് ഇവിടെ വാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അപ്പോൾ ആരാണ് അവിടെ? കാന്തപുരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം മരിച്ചതിന് ശേഷം നബി സഹാബിമാർക്ക് ഉണ്ടായിട്ടുണ്ടോ? സഹാബിമാർ ഏറെ കരഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ഒരിക്കലും സഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞവരെ ഞാൻ എന്ത് എൻ്റെ വാളിനിരയാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്ഥലത്തില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്ന് കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി നബിൻ്റെ മയ്യത്ത് ചുംബിച്ച്, തിബ്ത ഹയ്യം വ മയ്യത്ത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും നിങ്ങൾ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് മിമ്പറിൽ കയറി ഹംദു സ്വലാത്തും ചൊല്ലി, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കണമെങ്കിൽ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, അള്ളാഹാനാണ് ആരാധിക്കുന്നത്, അള്ളാഹ് മരിക്കുകയില്ല, ഹയ്യുൻ ലാ യമൂത്ത് എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ 2 ആയത്ത് ഓതിക്കൊടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന ആയത്തും ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ എന്ന ആയത്ത് ഓതിക്കൊടുത്തു. ആ ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന് കാര്യം എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു. നമ്മൾ ആലോചിച്ച് നോക്കുക, അബൂബക്കർ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, ഞാനും കുറേ ആയത്തൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനും കുറേ കാലം ഇസ്ലാം സ്വീകരിച്ചിട്ട്, എന്നാലും പറഞ്ഞില്ല ഉമർ റളിയല്ലാഹു അൻഹു. അതാണ് സഹാബിമാരുടെ പ്രത്യേകത. ആയത്ത് കേട്ടാൽ അവിടെ എന്ത് ചെയ്യും? നിൽക്കും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമറെ നിങ്ങൾ ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല. ഒരാൾ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സ് എന്ന് പറയാ, ഉമർ നിങ്ങൾ ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല, അതുപോലെ ഞങ്ങൾക്കുള്ള അവകാശങ്ങളൊന്നും നിങ്ങൾ തരുന്നില്ല. ഉമർ റളിയല്ലാഹു ദേഷ്യം പിടിച്ചു. അദ്ദേഹം ഇയാൾ അടിക്കാനൊരുങ്ങി. പച്ചക്കളവാണ് വന്നിട്ട് പറയണത്. ഭരണാധികാരിയോട് അങ്ങനെ പറയാന്നുള്ളത് നാട്ടിൽ ഫിത്ന ഉണ്ടാകുന്ന കാര്യമാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ഭൃത്യൻ മുറി എന്ന് പറഞ്ഞ ഒരാൾ, അവിടെയുള്ള ഒരാൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ, നന്മ കൽപ്പിക്കുക, ജാഹിലികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഇയാൾ ജാഹിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മെയിൻ്റ് ആക്കണം എന്ന രൂപത്തിൽ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. ആയത്ത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആയത്ത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. ഇതാണ് സഹാബിമാരുടെ പ്രത്യേകത. എല്ലാ അർത്ഥത്തിലും ദീനിന് വേണ്ടി ദാനം ചെയ്യാനും പ്രവർത്തിക്കാനും അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ബദ്ർ യുദ്ധത്തിന് വേണ്ടിയിട്ട് സഹാബിമാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുന്നുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ തടയണമെന്ന ഉദ്ദേശം ആർക്കുണ്ടായിരുന്നുള്ളൂ? നബിക്കും സ്വഹാബത്തിനും ഉണ്ടായിരുന്നുള്ളൂ. ആയുധമൊന്നും ശേഖരിച്ചിട്ടില്ല. കച്ചവട സംഘത്തെ തടയാൻ വലിയ ആയുധമൊന്നും വേണ്ട. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സർവായുധ സജ്ജരായ ഇവരെക്കാൾ 3 ഇരട്ടിയോളം വരുന്ന ഒരു സംഘത്തെ പോരടിക്കാൻ, അവരെ ഏറ്റുമുട്ടാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. നബി സഹാബിമാരോട് ചോദിച്ചു. സഹാബിമാരെന്താ പറഞ്ഞറിയോ? അൻസാറുകളെ കൂട്ടുന്ന ഒരാളും മുഹാജിറെ കൂട്ടുന്ന ഒരാളും പറഞ്ഞെന്താ? സഅദ് ബിൻ മുആദ്, മിഖ്ദാദ് റളിയല്ലാഹു ഒക്കെ പറഞ്ഞു, നബിയെ, മൂസാ നബിൻ്റെ സമൂഹം മൂസാ നബിനോട് പറയുന്നു, നീയും നിൻ്റെ റബ്ബും പോയിട്ടൊന്ന് യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കാം. അതേപോലെ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യില്ല, പറയില്ല. ഈ ഒരു സമുദ്രം താണ്ടിക്കടന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളോട് പോരടിക്കാൻ വേണ്ടി പറഞ്ഞാലും ഞങ്ങളെന്താണ്, റെഡിയാണ്. അതുപോലെ ബർക്കുൽ ഇമാദ് എന്ന് പറയുന്ന ഒരു നാട്ടിൽ പോയി അത്രയും വിദൂരമായ സ്ഥലത്ത് ദുർഘടമായ വഴികൾ താണ്ടിക്കടന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും നബിയെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിൻബലം നൽകിയവരാണ് ആര്? സഹാബത്ത്. അല്ലേ? 2 കൈകളും നീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മദീനയിൽ സ്വീകരിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതും കാത്ത് ഒട്ടകപ്പുറത്ത് കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം പ്രതീക്ഷിച്ചു നിന്നു അൻസാറുകൾ. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഓരോ ആളുകളും ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. നബി പറഞ്ഞു, ഒട്ടകത്തിനെ വിടൂ, ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, നബി അത്രയും അവർ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം നാടിൻ്റെ പേരെന്നെ മാറി, മദീനത്തുർ റസൂൽ എന്നായി പിന്നെ ആ നാടിൻ്റെ പേര്. പിന്നെ മക്ക വിജയത്തിൻ്റെ ദിവസം മക്ക വിജയം ഉണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിൽ പോയിട്ട് വീണ്ടും താമസിക്കുന്നില്ല. എന്തുകൊണ്ട് താമസിക്കുന്നില്ല? ഇവരോടുള്ളൊരു കരാറാണ്. അഭയം നൽകിയവരാണ് സഹാബിമാർ. ഉഹദ് യുദ്ധത്തിനും മറ്റും ശത്രുക്കളുടെ അമ്പുകൾ അല്ലേ, അത് തടുത്തു മാറ്റി സ്വശരീരം പോലും കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചവരാണ് ആര്? നബിൻ്റെ പടയങ്കി അല്ലെങ്കിൽ തലയിൽ ധരിക്കുന്ന ആ എന്താ പറയുക പടയങ്കി, അതിൻ്റെ ആണി നബിയുടെ കവിളത്ത് തറച്ചിട്ട് അത് പല്ലുകൊണ്ടൊക്കെ കടിച്ചെടുത്തിട്ടുണ്ട് സ്വഹാബിമാർ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളെ
ക്രൂശിച്ച് കൊല്ലാൻ നേരത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബി ആണെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, നബിയുടെ ശരീരത്തിലൊരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അല ളമ. ഞങ്ങൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും ദാഹിച്ച അവശനായ ഒരു മനുഷ്യന് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളും ഇഷ്ടമാണ് ആരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടി വന്നതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അനസേ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന് മേൽ മണ്ണിടാൻ? അദ്ദേഹം പറഞ്ഞു, അതിടുമ്പോൾ ഞങ്ങളുടെ കൈകൾ എന്ത് ചെയ്യുന്നു? വിറക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് സഹാബിമാർ. പല സഹാബിമാരും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോഴേക്ക് എന്ത് ചെയ്യും? കരയുമായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ പറ്റി നമുക്കറിയാം. അങ്ങനെ പല സഹാബിമാരുടെ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിഭവസമ്പുഷ്ടമായ ഭക്ഷണം തിരുമേശയിൽ കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ എത്ര പട്ടിണി കടന്നു എന്ന് ആലോചിച്ചുകൊണ്ട് അവർ കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും പിൻപറ്റിയവരാണവർ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകണമെന്ന ആഹ്വാനമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കറെ, ഹിജറയിൽ നിന്നെ കൂടി കൊണ്ടുപോകാനുള്ള വഹി എനിക്ക് വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നാണ് എനിക്ക് മനസ്സിലായത് സന്തോഷം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ കരയും എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് എന്നാണ്. അങ്ങനെ നബിയെ സ്നേഹിച്ചവരാണ് സഹാബിമാർ. നബി പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബിമാരെ ചീത്ത വിളിക്കരുത്. ഫലൗ അന്ന അഹദക്കും അൻഫക മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങൾ ആരെങ്കിലും ഉഹുദ് മലയുടെ അത്ര സ്വർണം ദാനം ചെയ്താൽ, ഈ ഉഹുദ് മല എന്നൊക്കെ പറഞ്ഞാൽ വലിയ മലയാണ്. നമുക്കറിയില്ല, സ്വർണ്ണം 1 കിലോ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര രൂപ ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ കഷ്ണത്തിന് നല്ല പൈസയാണ് സ്വർണത്തിന് അല്ലേ? എന്നാൽ ഉഹുദ് മലയുടെ അത്ര സ്വർണം ഒരാൾ ദാനം ചെയ്താൽ പോലും മാ ബലഅ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, സഹാബിമാരൊരു മുദ്ദ് ദാനം ചെയ്ത് അത്ര പോലും ആവൂല. അല്ലെങ്കിൽ അരമുദ്ദ് സഹാബിമാർ ദാനം ചെയ്ത് അത്ര പോലും ആവൂല. ഒരാൾ ഒരു ഉഹുദ് മലയോളം ദാനം ചെയ്താൽ പോലും എന്താ അവരുടെ പ്രത്യേകത? കാരണം അത്ര ഈമാനാണ് ആർക്കുള്ളത്? അവർക്കുള്ളത്. ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉമർ അള്ളാഹുവിൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയും കൊടുന്നു. അപ്പോൾ ഉമർ അള്ളാഹിൻ്റെ വിചാരം ഉമർ അള്ളാഹുവാണ് ഫസ്റ്റ് ആവുക എന്ന മത്സരത്തിൽ. അവിടെ എത്തിയപ്പോൾ അബൂബക്കർ അള്ളാഹു കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അബൂബക്കറിനോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ പിന്നെ എന്താ ഉള്ളത് ചോദിച്ചു. അതേപോലെ അള്ളി റസൂൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെന്താ, വേറെ ഒന്നുമില്ല, ഉള്ളത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ മത്സരിച്ചവരാണ് ആര്? നമ്മൾ മത്സരിക്കുന്നത് ദുനിയാവിൻ്റെ വിഷയത്തിലാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി നമ്മുടെ സുഹൃത്ത് അതിനേക്കാൾ നല്ലൊരു ഫോൺ വാങ്ങിയാൽ പിന്നെ നമുക്ക് ഒരു സമാധാനമില്ല. നമ്മളൊരു കാറ് വാങ്ങി നമ്മുടെ സുഹൃത്ത് നമ്മളെക്കാൾ നല്ലൊരു കാറ് വാങ്ങിയാൽ പിന്നെ നമുക്ക് സമാധാനമില്ല. നമ്മൾ വീട് വെച്ചു, നമ്മുടെ അടുത്തുള്ള വീട് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ല. നമ്മൾ ദുനിയാവിലാണ് മത്സരിക്കുന്നത്. എന്നാൽ സഹാബിമാർ മത്സരിച്ചത് ദീനിൻ്റെ വിഷയത്തിലാണ്. നബി പറഞ്ഞു, 70,000 ആളുകൾ വിചാരണയോ അതുപോലെ തന്നെ അദാബോ ഇല്ലാതെ സ്വർഗത്ത് പോവും. ഒരു സഹാബി ഒക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നബി പറഞ്ഞു, നീ അവരിൽപ്പെട്ടവരാണ്. അപ്പോൾ വേറെ സഹാബി പറഞ്ഞു, നബിയെ എന്നെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. നബി പറഞ്ഞു, ഉക്കാശ നിന്നെ മുൻകടന്നു പോയി. കാരണം അതാണ് സഹാബത്തിൻ്റെ ഒരു പ്രത്യേകത. അവർ എല്ലാ നന്മയിലും മുന്നേറാൻ, സ്വർഗത്തിലേക്ക് ആദ്യം എത്താൻ ആഗ്രഹിച്ച ആളുകളാണ്. വേറെ ഹദീസിൽ കാണാം, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമഖാമു അഹദിഹിം സഅതൻ ഖൈറും മിൻ അമലി അഹദിക്കും ഉംറഹു. സഹാബത്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. സഹാബിമാർ കുറച്ച് സമയം പ്രവർത്തിക്കുന്നു. നമ്മളോ? അള്ളാഹ് അനീതി കാണിച്ചതല്ല, ഈമാനനുസരിച്ചാണ് അള്ളാഹ് പ്രതിഫലം നൽകുക. ഒരു പള്ളിയിൽ 10 ആൾ നിസ്കരിക്കണമെങ്കിൽ ചില ആൾക്കാർ ഇതെന്താ ഇമാം നിർത്താത്തതെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക.
ചില ആൾക്കാർ എന്താ ഇമാം എത്ര പെട്ടെന്ന് റുക്കുവിലേക്ക് പോയി എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ചില ആൾക്കാർ നമസ്കാരത്തിൽ തന്നെ ആയിരിക്കും ശ്രദ്ധ ഉണ്ടാവുക. ചില ആൾക്കാർ അങ്ങാടിയിലായിരിക്കും എന്ത് ശ്രദ്ധ ഉണ്ടാവുക. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ചിന്തായിരിക്കും നിസ്കാരത്തിലുണ്ടാവുക. ആ മനസ്സാർക്കറിയാം. ചില ആൾക്കാർ സ്വതക്ക നൽകുന്നത് എന്തിനായിരിക്കും? ജനങ്ങൾക്കുള്ള അറിയപ്പെടാനായിരിക്കും. ചില ആൾക്കാർ സ്വതക്കിന് അള്ളാഹിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ജീവിതമായിരുന്നു. നിസ്കാരത്തിനൊക്കെ നിന്നാൽ പിന്നെ അവർ ഒരു സംഗതിയും അറിയില്ല എന്നാണ് പറയുക. അത്രയും നിസ്കരിക്കും അവരൊക്കെ. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കണേ, തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞു. സൂറത്തുൽ ബഖറ മുതൽ നാസ് വരെ ഓതി ഒറ്റ റക്അത്ത് നിസ്കരിച്ചത് രാത്രി നിസ്കാരം. ബഖറ മുതൽ നാസ് വരെ അദ്ദേഹം പാരായണം ചെയ്തു. അതാണ് സ്വഹാബത്തിൻ്റെ പ്രത്യേകത. അവരിൽ എഴുത്ത് അറിയുന്ന സ്വഹാബിമാർ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. എഴുതി വെക്കുന്ന സ്വഹാബിമാരുണ്ട്, എല്ലാവരും എഴുതി വെച്ചിട്ടില്ല. കുറച്ച് ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ അവർക്കൊക്കെ മനപ്പാടാകുമായിരുന്നു. പൊതുവെ അറബികളുടെ പ്രത്യേകതയാണ് എന്ത്? ആ കാലത്ത് പ്രത്യേകിച്ചും വേഗം മനപ്പാടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സ്വഹാബിമാർക്ക് ആ പ്രത്യേകത ഉണ്ട്. ഇന്നും ചില അപൂർവ വ്യക്തികൾ ഒറ്റ നോട്ടത്തിന് തന്നെ കാര്യങ്ങൾ മനപ്പാടാകുന്ന ചില അപൂർവ ഐക്യ കൂടുതലുള്ള ആൾക്കാർ നമുക്ക് നെറ്റിലൊക്കെ നോക്കി കാണാം. മലയാളീസിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ സ്വഹാബത്തിൻ്റെ പ്രത്യേകത, അവർ കൃത്യമായി ദീൻ പഠിച്ചു. നബിയുടെ നിസ്കാരം എങ്ങനെയാണ് എന്ന് കൃത്യമായി അവർ പഠിച്ചു. അവർ നമുക്ക് കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മുഴുവൻ കാര്യങ്ങളും അവർ കൃത്യമായി നമുക്ക് എത്തിച്ചു തന്നു. അത് സ്വഹാബികളുടെ പ്രത്യേകത അല്ലേ? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, ഉറങ്ങി എണീറ്റ് എന്താ ചെയ്യേണ്ടത്, ഉറങ്ങാൻ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി എല്ലാ വിഷയവും നമുക്ക് പഠിപ്പിച്ചത് ആരാണ്? നബി നമ്മളോട് പറഞ്ഞാണോ? അല്ല, സ്വഹാബിമാരാണ് നമുക്ക് എന്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കൽ വന്നു. നബിയെ, കൈ കണ്ടില്ലേ, തയം പൊട്ടിയിട്ടുണ്ട്, പണിയെടുത്തിട്ട്. നബി അവരെ പറഞ്ഞയച്ചു. ഭൃത്യനെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നാ നബി അന്ന് രാത്രി കിടക്കണീന് മുമ്പ് അവരുടെ വീട്ടിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹുവോടും ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും നബി പറയണേ, നിങ്ങൾ ഉറങ്ങണീന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയണം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണമെന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് ഉത്തമെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയണേ, അതിനുശേഷം എപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാനിത് ചൊല്ലാതെ ഉറങ്ങാറില്ല. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, സിഫീൻ യുദ്ധത്തിൻ്റെ അന്ന് രാത്രിയിൽ നിങ്ങളിത് ചെയ്തിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അന്നും ഞാനിത് ചെയ്തിരുന്നു. വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയ സമയം സിഫീൻ യുദ്ധം മുസ്ലിങ്ങൾക്ക് വിശദീകരിക്കുന്നില്ല. അന്ന് പോലും ആ ഒരു ദിക്റ് അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല. ഇതാണ് ആരുടെ പ്രത്യേകത? ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്തെ അവിടുന്ന് പറഞ്ഞൊക്കെ എടുത്ത് കഴിച്ചു. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നോട്, യാ ഗുലാം സമ്മില്ല, മോനെ നീ ബിസ്മില്ല ചൊല്ലണം, കുൽ ബി യമീനിക്ക, നിന്റെ വലത്തേ കൈ കൊണ്ട് തിന്നണം, വക്കുൽ മിമ്മ യലീക്ക, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കണം. അദ്ദേഹം പറയാണ്, പിന്നീട് ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴും ഈ ഹദീസ് എനിക്ക് ഓർമ്മ വരും, ഞാനത് എന്ത് ചെയ്യുന്നു, പ്രാവർത്തികമാക്കുമായിരുന്നു. ഇതാണ് ആരുടെ പ്രത്യേകത? സ്വഹാബിമാരുടെ പ്രത്യേകത. ദീൻ അങ്ങനെ കേട്ടാൽ അതനുസരിച്ച് ജീവിക്കുന്നവരാണ് അവർ. എന്നിട്ടും സഹാബിമാരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. മുആവിയ കുറ്റം പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. ആരാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയാണ്, പല ദിവസങ്ങളിലും പട്ടിണി കടന്നിട്ട് ഞാൻ മദീന പള്ളിയിൽ വീഴാറുണ്ട്. ശ്രദ്ധിക്കണം, പട്ടിണി കടന്നിട്ട്. നമുക്കറിയാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറച്ച കാലമാണ് നബിൻ്റെ കൂടെ ജീവിച്ചത്. അദ്ദേഹം തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളല്ല, പക്ഷേ കുറച്ച കാലം കൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മറ്റുള്ള സാഹിബന്മാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം ജോലിക്ക് പോലും പോവാതെ കൃത്യമായി നബി പറയുന്നത് മുഴുവൻ രേഖപ്പെടുത്തി വെക്കും. അദ്ദേഹം പറയാം, പല ദിവസങ്ങളിലും ഞാൻ പട്ടിണി സഹിക്കാൻ കഴിയാതിരുന്നിട്ട് ആൾക്കാരോട് പോയി സംശയം ചോദിക്കും. ഇന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോകുന്ന ചോദിക്കാൻ അദ്ദേഹത്തിന് മടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ജനങ്ങളോട് പോയിട്ട് ഞാൻ പല സംശയങ്ങളും ഇങ്ങനെ ചോദിക്കും. എനിക്കറിയുണ്ടാവും, എന്നാലും എന്ത് ചെയ്യും, ഞാൻ ചോദിക്കും. അങ്ങനെ പലരോടും ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം എനിക്ക് മറുപടി തന്നു, അദ്ദേഹം പോയി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി എൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലായി. നബി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് പാലെന്ത് ചെയ്തു അവിടെ ഉണ്ടത്. നബി പറഞ്ഞു, നീ എല്ലാവരെയും പോയി വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു. അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ, അസ്ഹാബു സുഫ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും, മദീന പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാർ.
അവരൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അദ്ദേഹം നബിയോട് പറയാണ്, നബി അതിനോട് പറഞ്ഞു എല്ലാവരോടും കുടിക്കാൻ വേണ്ടി പറയുന്നു പറഞ്ഞു. ആ പാലെന്ത് ചെയ്യാണ്, അദ്ദേഹം തീരുമോ എന്നുള്ള ബേജാറാണ്. കാരണം അത്രയും പട്ടിണി അദ്ദേഹത്തിനുണ്ട്. എല്ലാവരും കുടിച്ചിട്ടും അതിലെന്തുണ്ട്, പാല് ബാക്കിയുണ്ട്. അദ്ദേഹം വയറ് നിറം ചെയ്തു കുടിച്ചു എന്നാ. ഇത് നബിയുടെ ഒരു മോചിതത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട സ്വഹാബിയാണ് ആര്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അൻ അബീ ഹുറൈറത്ത എന്ന് പറഞ്ഞ് നമ്മൾ ഹദീസ് ഉദ്ധരിച്ച് ആ ഹദീസ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീത ആർക്ക് ലഭിക്കും, അബൂ ഹുറൈറ ലഭിക്കും. ഇപ്പം നമ്മൾ മുസാഫിൽ ഓതുമ്പോൾ ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിച്ചത് ആരാണ്, സ്വഹാബിമാരാണ് അല്ലേ. അള്ളാഹു തആല കൃത്യമായി എല്ലാം ഇറക്കിയിട്ടുണ്ട്. അന്ന് എല്ലിലും കല്ലിലും തോലിലൊക്കെ എഴുതി വെച്ചിരുന്നത്. അത് 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കുന്ന അബൂബക്കറിന്റെ കാലഘട്ടത്തിലാണ്, ഉമർലാന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെ. അതുപോലെ തന്നെ ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ പ്രത്യേക കോപ്പികൾ എടുക്കുന്നുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം പറയാണ്, ഉഹുദ് മല പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞാൽ പോലും ഇത്ര പ്രയാസമില്ല. ഇത് ഖുർആനാണ്, അള്ളാഹിന്റെ കലാമാണ്. അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയത് എല്ലാം ക്രമീകരിച്ച് അള്ളാഹ് എങ്ങനെയാണ് പഠിപ്പിച്ചത്, റസൂൽ എങ്ങനെ പഠിപ്പിച്ചത് അതേപോലെ ക്രമീകരിച്ച് തന്നു. അതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാരാണ്, സഹാബിമാരാണ്. അപ്പം അവർക്ക് അത്രയും വലിയ പ്രത്യേകത സ്ഥാനം ദീനിലുണ്ട്. ഇനി സഹാബത്തിനെ നമ്മൾ പിൻപറ്റണം എന്ന് പറയുന്നത് നമ്മുടെ വക പറഞ്ഞതല്ല. നബി പറയുകയാണെന്ത്, അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമായ എൻ്റെ സഹാബത്തിൻ്റെ വഴി നിങ്ങൾ പിൻപറ്റണം. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം. നബി പറയാം, ജൂതന്മാർ 71 വിഭാഗമായിട്ട് പിരിഞ്ഞു, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായിട്ട് പിരിഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആരാണവർ, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് അവരാണ് സ്വർഗത്തിൽ പോവുക. അപ്പോൾ സ്വഹാബത്ത് ജീവിച്ച പോലെ ജീവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർഗത്തിൽ നമുക്കുള്ള റോൾ മോഡലാണ്. നബിയുടെ ജീവിതം എങ്ങനെയാണോ അതേപോലെ മാതൃകാക്കാൻ ശ്രമിച്ചവരാണ് സഹാബത്ത്. ആ സഹാബത്തിൻ്റെ വഴി നമുക്ക് മുമ്പിലുണ്ട്. അതാണ് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ വഴി, പാത. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാൻ വളരെ എളുപ്പമാണ്. ഇനി നോക്കുക, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ പറയാണ്, ഇന്നനാസൻ യതനാവലൂന അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ അബൂബക്കർ വ ഉമർ, ജനങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞ് അവസാനം ആ കാലത്താട്ടോ അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയും ഉമർലാനെ പറ്റി പോലും കുറ്റം പറയുന്നു. ഈ ഖബറിൽ കിടക്കുന്ന ഏറ്റവും പ്രമുഖരായ സ്വഹാബിമാരാണ് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ. ഇവരെ പറ്റി പോലും ആൾക്കാർ കുറ്റം പറയുന്നത് എന്താ സംഭവം? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ തഅജബൂന മിൻ ഹാദാ, നീ എന്തിനാണ് അത്ഭുതപ്പെടേണ്ട ആവശ്യം? ഇൻകത അൻഹുമുൽ അമൽ, അവർ മരിച്ചതോടുകൂടി അവരുടെ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്തു, നിന്നുപോയി. ഫഅഹബ്ബല്ലാഹു അല്ലാ യഖത അൻഹുമുൽ അജ്ർ, കർമ്മം നിന്നാലും പ്രതിഫലം നിൽക്കണ്ടെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവർ മരിച്ചു പിരിഞ്ഞു, ഇനി അവർക്ക് നിസ്കരിക്കാനോ നോമ്പെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പം ഖബറിലായാലും അവർക്ക് എന്തുണ്ട് പ്രതിഫലം കിട്ടാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അത്ര മനസ്സിലാക്കിയാൽ മതി. അത് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. മരിച്ചുപോയ മഹാനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മൗലവിനെ പറ്റിയൊക്കെ പറഞ്ഞത് ഷിർക്കിൻ്റെ പ്രചാരകരാണെന്ന് ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു നടക്കുന്നത്. അതെ, അള്ളാഹു അദ്ദേഹത്തിന് ഖബറിടത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സൗഖ്യം നൽകുമാറാവട്ടെ, അതിന് അള്ളാഹു സ്വർഗം നൽകട്ടെ. അവരോട് നമുക്ക് പറയാനുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് എന്ത്, അവർ മരിച്ചു, അമൽ നിന്നു, അജ്ർ നിൽക്കാൻ അള്ളാഹു ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയൊക്കെ ഒരുത്തർ പറഞ്ഞിട്ടില്ല, ഏറ്റവും മോശമായ വാക്കാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റിയൊക്കെ പല സമസ്തക്കാരൊക്കെ പറയുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ, അവർ മരിച്ചു പിരിഞ്ഞാലും ഖബറിൽ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകാൻ. പക്ഷെ ഇത് പറയുന്ന ആൾക്കാരെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെല്ലാം വിമർശനങ്ങളാണല്ലോ നമ്മൾ യൂട്യൂബിലും മറ്റൊക്കെ കാണുന്നത്. നമുക്ക് പറയാനുള്ളത് എന്താ, അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇനിയും പദവി നൽകാൻ എന്ത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നു. എന്നത് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതാണ് ആ വിഷയത്തിലുള്ളത്. ഇനി മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ല പറഞ്ഞത്,
മൻ ശതബ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹുവ കാഫിറുൻ. സഹാബത്തിന് ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അവൻ കാഫിറാണ്. വഇൻ സ്വാമ വസല്ല വസഅമ അന്നഹു മിനൽ മുസ്ലിമീൻ. അവൻ നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അവൻ വാദിച്ചിട്ടും കാര്യമില്ല, അവൻ ആരാണ്? നിഷേധിയാണ് എന്ന് വരെ ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളൊരു സംശയമാണ്, അതിനുള്ള മറുപടിയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്ര ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നൊക്കെ പലരും ചോദിക്കാറില്ല. അതിനുള്ള മറുപടിയാണിത്. ആ കത്ത് എങ്ങനെയാണ്? കൈഫ തഖ്തലിഫു ഹാദിൽ ഉമ്മ. ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഭിന്നിക്കുന്നത്? എന്താ കാരണം? നബിയുഹ വാഹിദുൻ. അവിടെ നബി ഒരേ നബിയാണ്, കിതാബ് ഒരേ കിതാബാണ്. വ ഖിബ്ലത്തുഹ വാഹിദ. ഒരേ കിബിലയുമാണ്, ഒരേ കിബിലയുമാണ്. അപ്പോൾ ഒരേ കിബിലയിലേക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നിസ്കരിക്കുന്നു മുസ്ലിങ്ങൾ. എല്ലാവർക്കും ഒരേ നബിയാണ്, എല്ലാവരുടെയും കിതാബ് വിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് എന്നാണ് ഉമർലാൻ്റെ സംശയം. ഖുർആനിലെ ഏറ്റവും അധികം അറിവുള്ള, ഹദീസിലും നല്ല അറിവുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ചോദിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരാണ്. നമുക്കൊരായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം, നമ്മളതിൻ്റെ ഉദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. എന്നാൽ പിന്നീട് ഒരു വിഭാഗം കടന്നു വരും, അവർ വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് എന്ത് ചെയ്യും? തോന്നിയ രൂപത്തിൽ അവരെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അവിടെയാണ് ഭിന്നിപ്പ്. ഈ പറഞ്ഞ ആശയം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഏതായത്തും ഏത് ഹദീസും സഹാബിമാർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയാൽ അവിടെ എന്തില്ല? ഭിന്നിപ്പില്ല. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നിയവർക്ക് തോന്നിയതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുമെന്നുള്ളതാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى വനുസ്ലിഹി ജഹന്നമ വസാഅത്ത് മസീറ. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഭിന്നിച്ചു നിൽക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത, അഥവാ സ്വഹാബത്തിൻ്റെ വഴിയല്ലാത്തൊരു വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവരെ നാം തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചുവിടും, അവരെ നാം നരകത്തിലിട്ട് കരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതെത്ര മോശമായ സങ്കേതമാകുന്നു. സൂറത്തു നിസാഇൻ്റെ 115-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിൻ്റെ വഴി പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. ശേഷം വന്ന കാര്യങ്ങൾ, സഹാബത്തിന് പരിചയമില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ബിദ്അത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൈയൊഴിയാനും തയ്യാറാവണം. സഹാബത്തിന് സ്വർഗ്ഗം ഉറപ്പല്ലേ? അല്ലേ? അപ്പം സഹാബിമാർ പ്രവർത്തിച്ച പോലെ പ്രവർത്തിച്ച അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ? അള്ളാഹു നീതിമാനല്ലേ? അപ്പം നമ്മളെല്ലാ വിഷയം എടുത്താലും, നബിദിനാഘോഷത്തിൻ്റെ വിഷയം എടുത്താലും, മൗലൂദിൻ്റെ വിഷയം എടുത്താലും, ഹദ്ദാദ്, റാത്തീബ്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കൂട്ടുപ്രാർത്ഥന നടത്തി, എന്ത് വിഷയം എടുത്താലും, എന്ത് ബിദ്അത്ത് എടുത്താലും അതൊന്നും സ്വഹാബത്തിൻ്റെ മാതൃകയില്ല. അപ്പോൾ സംഗതി നോക്കാൻ വളരെ എളുപ്പമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് അനുവദനീയമാണ്. സ്വഹാബത്തിൻ്റെ ഭാര്യമാർ നബിയുടെ വഫാത്തിന് ശേഷം എന്തിട്ടുണ്ട്? പള്ളി എന്നാൽ വഫാത്തിന് ശേഷം പ്രത്യേകം പറയാൻ കാരണം എന്താ? ഈ തെളിവ് വരുമ്പോൾ ആൾക്കാർ പറയുന്നതൊക്കെ ഹിജാബിൻ്റെ ആയത്തിന് മുമ്പാന്ന് പറയും. പക്ഷേ ഹിജാബിൻ്റെ ആയത്തിന് മുമ്പാന്ന് പറയും, പക്ഷേ മരിച്ചതിന് ശേഷം പിന്നെ ആയത്തിറങ്ങൂലല്ലോ. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കം ഇവിടെ ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട് പള്ളിയിൽ. അപ്പോൾ സഹാബ വനിതമാർ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ രംഗത്തും ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ദീൻ കൃത്യമായി പ്രമാണബദ്ധമായി പഠിച്ച് ജീവിതം ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞത്. നിങ്ങളിത് പഠിക്കണം. സഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. പ്രമാണബദ്ധമായിട്ട് ഈ ഒരു വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ അത്ഭുതമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.